ഇന്ന് തുളസി ചെടിയുടെ മാഹാത്മ്യ കഥ കേട്ടാലോ. തുളസി പണ്ട് ഭുജവീര്യ പരാക്രമശാലിയായ ശംഖുചൂടൻ എന്നൊരു അസുര രാജാവായി വാണിരുന്നു. ജനനാൽ തന്നെ കൃഷ്ണ കവചധാരിയായ അവൻ ഉഗ്രമായ തപസ്സുകൊണ്ട് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് ഇഷ്ടങ്ങളായ വരങ്ങൾ വാങ്ങിക്കൊണ്ട് ത്രിലോകങ്ങളെയും പീഡിപ്പിച്ചു തുടങ്ങി. ദേവന്മാർ ശംഖചൂടനെ ഭയപ്പെട്ട് ദേവലോകം ഉപേക്ഷിച്ച് അന്യലോകങ്ങളിൽ പോയി ഒളിച്ച് താമസിച്ചു. ഭൂലോകവും പാതാളവും അവന്റെ പരാക്രമ പ്രൗഢി കൊണ്ട് വിറച്ചുപോയി. അഹങ്കാരിയായ അവനെ ജയിക്കാൻ ആരുമില്ലെന്നു വന്നപ്പോൾ ലോകരക്ഷണാർത്ഥം ത്രിമൂർത്തികൾക്ക് അവനോട് എതിർത്ത് യുദ്ധം ചെയ്യാതെ നിവൃത്തിയില്ലെന്നു വന്നു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും കൂടി ആലോചിച്ച് ഒരിക്കൽ അവനുമായി നേരിട്ടു. യുദ്ധം അതിഭയങ്കരമായി. പക്ഷേ ത്രിമൂർത്തികൾ പരാജിതരായി. അതോടുകൂടി ശംഖചൂടന് അഹങ്കാരം 10 മടങ്ങ് വർദ്ധിച്ചു. വീണ്ടും അവൻ പൂർവാധികം ശക്തിയോടുകൂടി ദേവന്മാരെ തേടിപ്പിടിച്ച് ഉപദ്രവിക്കാൻ ആരംഭിച്ചു. യുദ്ധരംഗത്തിൽ നിന്ന് പിന്മാറിയ ത്രിമൂർത്തികൾ ശുദ്ധമായി ഒരിടത്തുകൂടി ആലോചിച്ച് ശംഖചൂടന്റെ കൃഷ്ണ കവചം നശിപ്പിച്ചാൽ മാത്രമേ അവനെ തോൽപ്പിക്കാൻ നിവൃത്തിയുള്ളൂ എന്ന് തീരുമാനിച്ചു. അക്കാര്യം നിറവേറ്റുന്നതിനായി വിഷ്ണു ഒരു ബ്രാഹ്മണ വേഷം സ്വീകരിച്ച് ശംഖചൂടന്റെ അടുക്കലെത്തി യാചിച്ച് അവന്റെ കൃഷ്ണ കവചം കൈക്കലാക്കി നശിപ്പിച്ചു കളഞ്ഞു. കൃഷ്ണ കവചം പോയതുകൊണ്ട് ഇനി അവനെ ജയിക്കാൻ പ്രയാസമില്ലെന്നു കരുതി വീണ്ടും ആ ത്രിമൂർത്തികൾ ശംഖചൂടനോട് എതിർത്തു. പക്ഷേ അവരുടെ വിചാരം ഫലിച്ചില്ല. ശംഖചൂടനോട് അവർ അത്തവണയും തോൽക്കുക തന്നെയാണുണ്ടായത്. അതോടുകൂടി ത്രിമൂർത്തികൾക്ക് വിചാരമായി ശംഖചൂടനെ ജയിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. വീണ്ടും അവർ ഒത്തുചേർന്ന് ആലോചിച്ചു. ശംഖചൂടന്റെ ഭാര്യയാണ് തുളസി. സൽഗുണസമ്പന്നയും സ്വധർമാനുഷ്ഠാനത്തിൽ നിരതയുമായ അവളുടെ പാതിവൃത്യത്തിന്റെ ശക്തിയാണ് ശംഖചൂടനെ സഹായിക്കുന്നത്. അതുകൊണ്ട് ആ പാതിവൃത്യത്തെ നശിപ്പിക്കണം. ഈ ഒരു മാർഗമല്ലാതെ അവനെ ജയിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്ന അവർ അക്കാര്യം എത്രയും വേഗം സാധിക്കുന്നതിനായി വിഷ്ണുവിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം ശംഖചൂടന്റെ വേഷത്തിൽ ശംഖചൂടൻ ഗൃഹത്തിലില്ലാത്ത സമയം നോക്കി പതുക്കെ പതുക്കെ പതിവ്രതയായ തുളസിയുടെ അടുക്കലെത്തി. ആരെയും വശീകരിക്കത്തക്ക സൗകുമാര്യവും മധുര സംഭാഷണവും കൊണ്ട് തിളങ്ങുന്ന ശംഖചൂഡരൂപിയായ വിഷ്ണുവിനെ കണ്ടപ്പോൾ തുളസിയുടെ മനസ്സഴിഞ്ഞു. പാതിവൃത്യത്തെപ്പറ്റി അവൾ ചിന്തിച്ചതേയില്ല. സ്വഭർത്താവെന്നുള്ള ഭാവത്തിൽ അവൾ വിഷ്ണുവുമായി രമിച്ചു. കുറച്ചുനാൾ കഴിച്ചുകൂട്ടി. തുളസിക്ക് സംശയങ്ങൾ ഉണ്ടായി. ഏതായാലും ഭർത്താവിന് ദൈവമെന്ന് വിചാരിക്കുന്നവളാണല്ലോ തുളസി. തുളസിയുടെ സംശയത്തിന് ശമനമുണ്ടാക്കേണ്ടത് തന്റെ കടമയാണെന്നു തന്നെ വിഷ്ണു തീർച്ചപ്പെടുത്തി. അതനുസരിച്ച് ശംഖുചക്ര ഗദാപത്മപാണിയായ ഭഗവാൻ തുളസിയുടെ കൺമുന്നിൽ ആവിർഭവിച്ചു. ഭക്തയായ അവൾക്ക് ആ അവസരത്തിൽ എന്തെല്ലാം മനോവിചാരങ്ങളാണുണ്ടായതെന്ന് നിർണയിക്കാൻ വിഷമം. വിഷ്ണുവുമായി ഐക്യം പ്രാപിക്കണമെന്നുള്ളതായിരുന്നു അപ്പോൾ അവൾക്കുണ്ടായ മനോവിചാരങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. അത് വിഷ്ണു അവൾക്ക് അപ്പോൾ തന്നെ സാധിച്ചു കൊടുത്തു. തുളസി സ്വശരീരം ഉപേക്ഷിച്ചിട്ട് വിഷ്ണുവുമായി ഐക്യം പ്രാപിച്ചു. തുളസിയാൽ ഉപേക്ഷിതമായ ശരീരം ഗണ്ഡകി എന്ന പുണ്യനദിയായി അപ്പോൾ തന്നെ ഒഴുകാൻ തുടങ്ങി. മഹാവിഷ്ണു അവളുടെ പ്രതീക്ഷയ്ക്കു വേണ്ടി സാളഗ്രാമ രൂപത്തിൽ ആ നദിയിൽ അന്നേ വാസമുറപ്പിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്നാണ് സാളഗ്രാമങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ബ്രാഹ്മണർ ഇന്നും വിഷ്ണു പൂജ നിത്യവും നടത്തുന്നത്. നദി ഗണ്ഡകി നദിയായി ഒഴുകിയപ്പോൾ കാർമേഘതുല്യമായ തലമുടി കൃഷ്ണതുളസി ചെടിയായി ആ നദിയുടെ ഇരുകരകളിലും മുളച്ചു വളരാൻ തുടങ്ങി. തുളസി പ്രീതിക്കു വേണ്ടി വിഷ്ണു ആ തുളസി മാലയാക്കി കണ്ടത്തിൽ അണിയുകയാൽ തുളസീധാമഭൂഷിതനായി തീർന്നതും അക്കാലം മുതൽക്കാണ്. തുളസി രൂപിണിയായ ശംഖചൂഡപത്നിയെ വശത്താക്കിയ ശേഷം ശംഖചൂടനെ നിഷ്പ്രയാസം തോൽപ്പിക്കുന്നതിന് ത്രിമൂർത്തികൾക്ക് സാധിച്ചു. ശംഖചൂടന്റെ ഉപദ്രവം ഇല്ലാതായതോടുകൂടി 3 ലോകത്തിനും ഐശ്വര്യാഭിവൃദ്ധി താനേ ഉണ്ടായി.